ഹായ് ഡിയർ സ്റ്റുഡൻസ്, 3 ഡയമെൻഷണൽ ജോമെട്രിയിലെ എക്സസൈസ് 11.2 വരുന്ന 1 മുതൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് 3 ലൈൻസിൻ്റെ ഡയറക്ഷൻ കൊസൈൻസ് തന്നിട്ടുണ്ട്. അതിനുശേഷം അവ മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ വെക്ടേഴ്സിൽ 2 വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് കാണാനായിട്ട് റെസ്പെക്റ്റീവ് കമ്പോണൻസ് നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് കണ്ടിട്ട് സം ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ആ സം എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ആ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്, അഥവാ ആ വെക്ടേഴ്സ് അവിടെ പെർപെൻഡിക്കുലർ ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻസോ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ലൈൻസ് തന്നിട്ട് അവ പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അവിടെ നമ്മൾ റെസ്പെക്റ്റീവ് കമ്പോണൻസ് പ്രൊഡക്റ്റ് കാണും, അതിനുശേഷം ആഡ് ചെയ്യും, ആ സം 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ഡയറക്ഷൻ റേഷ്യോസ് ആണെങ്കിൽ നമ്മൾ ജനറലി ABC എന്നാണ് എടുക്കുക. ഇവിടെ ഡയറക്ഷൻ കൊസൈൻസ് ആണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അതിനെ LMN എന്നാണ് റെപ്രസെൻറ്റേഷൻ എടുക്കുക. നമുക്കറിയാം കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമയെ തന്നെയാണ് റെപ്രസെൻറ്റേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ LMN എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ആദ്യം തന്നിരിക്കുന്ന കമ്പോണൻസിൽ ആദ്യത്തെ ലൈൻസിൻ്റെ ഡയറക്ഷൻ കൊസൈൻസിന് നമുക്ക് L1, M1, N1 എന്നെടുക്കാം. അപ്പോൾ അതാണ് നമുക്ക് 12/13, -3/13, then -4/13 എന്ന് തന്നിരിക്കുന്നത്. രണ്ടാമത്തേന് നമുക്ക് L2, M2, N2 എന്നെടുക്കാം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അത് 4/13, 12/13 ആൻഡ് 3/13 ആണ്. മൂന്നാമത്തേന് നമുക്ക് L3, M3, then N3 എന്നെടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/13, -4/13, 12/13 എന്നാണ് നമ്മൾ എടുക്കുക. അതിനുശേഷം നമ്മൾ റെസ്പെക്റ്റീവ് കമ്പോണൻസിൻ്റെ പ്രൊഡക്റ്റ് കണ്ടിട്ട് സം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക L1 × L2 പ്ലസ് M1 × M2 പ്ലസ് N1 × N2 ആണ്. അത് 0 ആണെങ്കിൽ ആദ്യത്തെ 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തും മൂന്നാമത്തും പെർപെൻഡിക്കുലർ നമ്മൾ പ്രൂവ് ചെയ്യും. ദെൻ ഒന്നാമത്തതും മൂന്നാമത്തും പെർപെൻഡിക്കുലർ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ അത് ഞാനിവിടെ L1, L2 പ്ലസ് M1, M2 പ്ലസ് N1, N2 കണ്ടുപിടിക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12/13 ഇൻറ്റു 4/13 എന്നാണ് വരിക, പ്ലസ് -3/13 ഇൻറ്റു 12/13 എന്നാണ് വരുന്നത്, പ്ലസ് -4/13 ഇൻറ്റു 3/13 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് 48/169 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് -36/169 എന്ന് വന്നു. എഗെയിൻ ഇവിടെ -12/169 എന്നാണ് വരിക. നോക്കുക, നമ്മൾ ന്യൂമറേറ്ററിനെ ഡയറക്റ്റ്ലി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 48 -36 -12 എന്ന് പറഞ്ഞാൽ 0 എന്നാണ് കിട്ടുക. സോ 0/169 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഇവിടെ കിട്ടുക. അതുകൊണ്ട് നമുക്ക് പറയാം ആദ്യത്തെ 2 ലൈൻസ് എന്താണ്, അവ പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എഴുതാം therefore ഫസ്റ്റ് 2 ലൈൻസ് അല്ലേ, ഫസ്റ്റ് 2 ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. അപ്പോൾ നോക്കിയപ്പോഴേ നമുക്കവിടെ 0 എന്നല്ലേ, അവിടെ റെസ്പെക്റ്റീവ് പ്രോഡക്റ്റ് കണ്ടിട്ട് സം ചെയ്തപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടിയത് കൊണ്ടാണ് നമ്മൾ പറയണത് ആദ്യത്തെ 2 ലൈൻസ് എന്ന് പറയുന്നത് അവ പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയുക. ഇനി നമ്മളവിടെ L2, L3 പ്ലസ് M2, M3 പ്ലസ് N2, N3 ആണ് കണ്ടുപിടിക്കുക. നമുക്ക് എഴുതാം L2, N3 പ്ലസ് M2, M3 പ്ലസ് N2, N3 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് അവിടെ കമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ 4/13 വിത്ത് 3/13 ആണ് അല്ലേ. സോ 4/13 ഇൻറ്റു 3/13 എന്ന് പറഞ്ഞു, പ്ലസ് ഇവിടെ നമുക്ക് 12/13 ഇൻറ്റു -4/13 എന്നാണ് വരുന്നത്, പ്ലസ് അവിടെ 3/13 ഇൻറ്റു 12/13 എന്നുമാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 12/169 -48/169 പ്ലസ് 36/169 എന്ന് വന്നു. അതും 0/169 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുക. അതുകൊണ്ട് നമുക്ക് എഴുതാം therefore സെക്കൻഡ് ആൻഡ് തേർഡ് അല്ലേ, സെക്കൻഡ് ആൻഡ് തേർഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ. ഇനി നമ്മൾ ഇതുപോലെ തന്നെ ഫസ്റ്റ് ആൻഡ് തേർഡ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ L1, L3 പ്ലസ് M1, M3 പ്ലസ് N1, N3
കണ്ടുപിടിക്കണം. അതും 0 ആണെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്ന് പറയാനായിട്ട് പറ്റുക. അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ 12/13 വിത്ത് 3/13 ആണ് ആദ്യം വരുന്നത് അല്ലേ. സോ 12/13 ഇൻറ്റു 3/13 എന്നെടുത്തു. പ്ലസ് ഇവിടെ നമുക്ക് നെഗറ്റീവ് 3/13 ആണ്, ഇവിടെ നമുക്ക് നെഗറ്റീവ് 4/13 ആണ് അല്ലേ. നെഗറ്റീവ് 4/13 പ്ലസ് അടുത്തത് നെഗറ്റീവ് 4/13 12/13 സോ നെഗറ്റീവ് 4/13 ഇൻറ്റു 12/13 എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 36/169. ഇവിടെ നമുക്ക് മൈനസ് ഓഫ് മൈനസ് പ്ലസ് എന്നായി 12/169. ഇവിടെ നമുക്ക് മൈനസ് 48/169 എന്നാണ് വരിക. നമുക്ക് ന്യൂമറേറ്റർ അവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അതും 0 എന്ന് തന്നെയാണ് വരിക. സോ ഫൈനലി നമുക്കിവിടെ 0 എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം therefore ഫസ്റ്റ് ആൻഡ് തേർഡ് അല്ലേ, ഫസ്റ്റ് ആൻഡ് തേർഡ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ അല്ലേ. നമ്മളിവിടെ ഫസ്റ്റ് ആൻഡ് തേർഡിനെയാണ് ഇപ്പോൾ പെർപെൻഡിക്കുലർ എന്ന് എഴുതുക. അപ്പോൾ നോക്കുക, ഇവിടെ ഫസ്റ്റും സെക്കൻഡും പെർപെൻഡിക്കുലർ ആണ്, സെക്കൻഡും തേർഡും പെർപെൻഡിക്കുലർ ആണ്, ദെൻ ഫസ്റ്റ് ആൻഡ് തേർഡും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ വരുമ്പോൾ ഇവ മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുകൊണ്ട് ഫൈനലി നമ്മൾ എഴുതുമ്പോൾ therefore the given lines അല്ലേ, therefore the given lines are mutually perpendicular. അപ്പോൾ നോക്കുക, ഇവിടെ നമ്മളോട് ഡയറക്ഷൻ കൊസൈൻസ് വന്നിട്ട് അവ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളോട് റെസ്പെക്റ്റീവ് കമ്പോണൻസ് പ്രോഡക്റ്റ് കണ്ടു, ദെൻ സം ചെയ്തു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടുന്നതുകൊണ്ടാണ് ആ ലൈൻസ് എല്ലാം മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്ന് നമ്മളിവിടെ പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ലൈൻ 2 പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ലൈനും പാസ് ചെയ്യുന്ന 2 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴും നമ്മളവിടെ ആ 2 ലൈൻസിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം ആ ഡയറക്ഷൻ റേഷ്യോസിൻ്റെ റെസ്പെക്റ്റീവ് കമ്പോണൻസിൻ്റെ പ്രൊഡക്റ്റ് കണ്ട് സം ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടുകയാണെങ്കിൽ ആ ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫസ്റ്റ് ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് എഴുതാം ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ ത്രൂ അല്ലേ. അവിടെ ആദ്യത്തെ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ്സ് എഴുതിയേക്കാം. ത്രൂ 1 -1 2 ആൻഡ് 3 4 -2 അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എടുക്കുന്നത് A1 B1 C1 എന്നാണ്. അപ്പോൾ നമ്മൾ ജനറലി ഡയറക്ഷൻ റേഷ്യോസ് എടുക്കുമ്പോൾ ABC എന്നാണ് എടുക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് x2 - x1 y2 - y1 z2 - z1 എന്നാണ് എടുക്കുക. അങ്ങനെ വന്നപ്പോൾ 3 - 1 4 -1 -2 -2 എന്നാണ് ഇവിടെ വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മളിവിടെ 2 ഇവിടെ 4 + 1 5 ദെൻ -4 എന്നാണ് കിട്ടുക. അപ്പോൾ നോക്കുക, ഞാനിവിടെ ട്രയാങ്കുലർ ബ്രാക്കറ്റാണ് ഇട്ടിരിക്കുന്നത്. നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് പോയിന്റ് ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതുന്നത് മാത്രം. നമുക്ക് ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ അങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ ഡയറക്ഷൻ റേഷ്യോസോ ഡയറക്ഷൻ കോസൈൻസോ വരുമ്പോഴും നമ്മളിങ്ങനെ ട്രയാങ്കുലർ ബ്രാക്കറ്റ് ഇട്ടിട്ടാണ് എഴുതുന്നത്. അപ്പോൾ നോക്കുക, ഞാനിവിടെ ആദ്യത്തെ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിച്ചു. എനിക്ക് രണ്ടാമത്തെ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് വേണം. സോ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ ത്രൂ അല്ലേ. അവിടുത്തെ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 3 2 ആൻഡ് 3 5 6 ആണ്. അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നത് A2 B2 C2 എന്നാണ്. അപ്പോൾ ജനറലി ABC എന്നാണ് എടുക്കുക. ആദ്യത്തെ ആളായതുകൊണ്ട് ഇവിടെ A1 B1 C1 എന്നെടുത്തു. രണ്ടാമത്തേന് നമ്മൾ A2 B2 C2 എന്ന് എടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എഴുതുമ്പോൾ 3 - 0 5 - 3 6 -2 എന്നാണ് വരിക. അപ്പോൾ നമ്മുടെ 3 2 ദെൻ 4 എന്നാണ് ഇപ്പോൾ കിട്ടണത്. അപ്പോൾ നോക്കുക, നമ്മൾ ആദ്യത്തെ ആളുടെയും രണ്ടാമത്തെ ആളുടെയും ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിച്ചു. അങ്ങനെ വരുമ്പോൾ റെസ്പെക്റ്റീവ് പ്രോഡക്റ്റ് കാണുക എന്ന് പറഞ്ഞാൽ A1 A2 ദെൻ B1 B2 ദെൻ C1 C2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അവ തമ്മിലുള്ള സമ്മാണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 × 3 + 5 × 2 പ്ലസ് -4 × 4 എന്നാണ് കണ്ടുപിടിക്കുക. അങ്ങനെ വന്നപ്പോൾ 6 + 10 ദെൻ -16 എന്ന് വന്നു. അപ്പോൾ നോക്കുക, 6 + 10 16 -16 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ലൈൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എഴുതാം therefore the given lines are
perpendicular. Given lines are perpendicular. ഇതാണ് ഇവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് രണ്ട് ലൈൻസ് പാരലാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആ ലൈൻസ് കടന്നു പോകുന്ന രണ്ട് പോയിന്റ്സ് വെച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കണം. അതിനുശേഷം അവ പ്രൊപ്പോർഷണൽ ആണ് എന്നാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഴുതുകയാണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ ത്രൂ അല്ലേ. അവിടെ ആദ്യത്തെ ലൈൻ കടന്നു പോകുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ 4, 7, 8 ആൻഡ് 2, 3, 4 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്ഷൻ റേഷ്യോസിനെ A1, B1, C1 എന്നാണ് എടുക്കുക. അങ്ങനെ നോക്കി ഇപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്കവിടെ 2 - 4, 3 - 7, then 4 - 8 എന്നാണ് കിട്ടുക. നമുക്ക് നമ്മൾ ഇത്രയേ ഉള്ളൂ. x2 - x1, y2 - y1, z2 - z1 കണ്ടുപിടിക്കുകയാണ്. അതാണ് ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -2, -4, then -4 എന്നാണ് നമുക്ക് കിട്ടുക. സിമിലർലി നമ്മൾ രണ്ടാമത്തെ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കണം. സോ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ലൈൻ ത്രൂ ദ പോയിന്റ്സ് അല്ലേ, അവിടെ തന്നിരിക്കുന്ന പോയിന്റ്സ് -1, -2, 1 ആൻഡ് അവിടെ നമുക്ക് 1, 2, 5 എന്നാണ് തന്നിരിക്കുക. അപ്പോൾ നമ്മൾ അതിനെ A2, B2, C2 എന്നാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് അവിടെ 1 - -1, 2 - -2 എന്ന് പറഞ്ഞു. ദെൻ 5 - 1 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 1 + 1 എന്നായിട്ട് മാറി. അപ്പോൾ നമുക്ക് ഇവിടെ 2 എന്നാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് 2 + 2 4 എന്ന് കിട്ടി. ഇവിടെ നോക്കുക 5 - 1 എന്ന് പറഞ്ഞാൽ അത് 4 എന്നാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിച്ചു. പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റെസ്പെക്റ്റീവ് കമ്പോണൻസ് പ്രോഡക്റ്റ് കണ്ടിട്ട് സം ചെയ്യും. പക്ഷേ പാരലാണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അവ പ്രൊപ്പോർഷണൽ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. എന്ന് പറഞ്ഞാൽ A1/A2, B1/B2, C1/C2 ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ -2/2 എന്ന് പറയുന്നത് അത് -1 ആണ്. സിമിലർലി -4/4 എന്ന് പറഞ്ഞാലും -1 ആണ്. ഇവിടെ -4/4 എന്ന് പറഞ്ഞാലും -1 എന്ന് തന്നെയാണ് കിട്ടുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ A1/A2 തന്നെയാണ്, B1/B2 അത് തന്നെയാണ്, C1/C2 എന്ന് കിട്ടി. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ ലൈൻസ് എന്തായിരിക്കും, അവ പാരലായിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം therefore the given lines are പാരലൽ. അപ്പോൾ നോക്കുക, നമ്മളവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇവിടെ നമ്മൾ ലൈൻസ് പാരലൽ ആണ് എന്നാണ് പ്രൂവ് ചെയ്ത്. അപ്പോൾ രണ്ടിടത്തും നമുക്ക് ഡയറക്ഷൻ റേഷ്യോസ് കണ്ടുപിടിക്കേണ്ടി വന്നു. പാരലൽ ആകുമ്പോൾ ഡയറക്ഷൻ റേഷ്യോസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആണെങ്കിൽ റെസ്പെക്റ്റീവ് കമ്പോണൻസിൻ്റെ പ്രൊഡക്റ്റ് കണ്ട് സം കാണുമ്പോൾ നമുക്ക് 0 എന്നുമാണ് കിട്ടുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്കൊരു ലൈനിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആ ലൈൻ കടന്നു പോകുന്ന പോയിന്റും ഒപ്പം ആ ലൈനിന് പാരലായിട്ടുള്ള വെക്ടറും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഓഫ് ലൈൻ എഴുതണമെങ്കിൽ നമുക്ക് അതിലുള്ളൊരു പോയിന്റ് ഉണ്ടായിരിക്കണം, അതിന് പാരലായിട്ടുള്ള വെക്ടർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് വെക്ടർ ഫോമാണോ കാർട്ടീഷ്യൻ ഫോമാണോ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് രണ്ട് ഫോമും ഇവിടെ എഴുതിയേക്കാം. അപ്പോൾ ആദ്യം നമ്മൾ വെക്ടർ ഫോമാണ് എഴുതാനായിട്ട് പോണത്. സോ വെക്ടർ ഫോം ഓഫ് ഇക്വേഷൻ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. അവിടെ R is equal to A plus lambda B എന്നുള്ളതാണ് വെക്ടർ ഫോം ഓഫ് സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത്. അവിടെ A വെക്ടർ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആയിരിക്കും. B വെക്ടർ എന്ന് പറയുന്നത് അത് പാരലൽ വെക്ടർ ഓഫ് ലൈനുമായിരിക്കും. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് A വെക്ടർ ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പക്ഷെ നമുക്ക് അവിടെ പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ പൊസിഷൻ വെക്ടർ എഴുതാനായിട്ട് വെറുതെ നമ്മളവിടെ IJ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് സം ചെയ്താൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1I + 2J + 3K എന്ന് പറയുന്നതാണ് അവിടുത്തെ A വെക്ടർ അഥവാ തന്നിരിക്കുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. B വെക്ടർ എന്ന് പറഞ്ഞാൽ അത് പാരലൽ വെക്ടർ ആണ്, അത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. അത് 3I + 2J - 2K എന്നാണ് തന്നിരിക്കുക. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് അവിടെ വെക്ടർ ഫോം എഴുതാനായിട്ട് പറ്റി. അവിടെ നമ്മൾ R is equal to A plus lambda B എന്ന് എഴുതാൻ മതി അല്ലേ. അപ്പോൾ A എന്ന് പറഞ്ഞാൽ 1I എന്ന് പറഞ്ഞാൽ I + 2J + 3K + lambda of B വെക്ടർ എന്ന് പറഞ്ഞാൽ 3I + 2J - 2K എന്നാണ്. അപ്പോൾ ഇതാണ് നമുക്ക് അവിടുത്തെ വെക്ടർ ഫോം ഓഫ് സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് എഴുതിയാൽ മതി, ഇത്രയേ ഉള്ളൂ. R is equal to A plus lambda B എന്ന് നമ്മൾ എഴുതുകയാണ്. A എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണ്, B എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പാരലൽ വെക്ടർ ആണ്. ഇനി നമുക്കവിടെ കാർട്ടീഷ്യൻ ഫോം എഴുതിയേക്കാം. അപ്പോൾ കാർട്ടീഷ്യൻ ഫോം എഴുതാനായിട്ട് നമുക്ക് അറിയേണ്ടത് ഇത് തന്നെയാണ്. അപ്പോൾ എഴുതുമ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനെ നമ്മൾ X
minus x1 by a that is equal to y minus y1 by b that is equal to z minus z1 by c എന്നാണ് പറയുക. അവിടെ x1 y1 z1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പോയിന്റ് തന്നെയാണ്. എ ബി സി എന്ന് പറയുന്നത് അവിടെയുള്ള പാരലൽ വെക്ടറിന്റെ കമ്പോണൻസിനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 2 -2 ആണ് നമ്മുടെ എ ബി സി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെയും ഡയറക്റ്റ്ലി എഴുതാനായിട്ട് പറ്റി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, എക്സ് മൈനസ് x1 എന്ന് പറയുന്നത് 1 ബൈ എ എന്ന് പറയുന്നത് ഇവിടുത്തെ കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു y മൈനസ് y1 എന്ന് പറയുന്നത് 2 ആണ് ഡിവൈഡ് ബൈ ബി എന്ന് പറയുന്നത് എന്താണ്, അത് 2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു z മൈനസ് z1 എന്ന് പറയുന്നത് 3 ആണ് ഡിവൈഡ് ബൈ സി എന്ന് പറയുന്നത് ഇവിടെ -2 ആണ്. അപ്പോൾ ഇതാണ് കാർട്ടീഷ്യൻ ഫോം ഓഫ് ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് വെക്ടർ ഫോം ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്സ് വൈ സെഡ് എല്ലാ ഇക്വേഷനിലും ഉണ്ടാകും. അപ്പോൾ എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നിർത്തി നമ്മളിവിടെ x1 y1 z1 എയും ബിയും സിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴാണ് നമുക്കിവിടെ കാർട്ടീഷ്യൻ ഫോം കിട്ടിയത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെയും നമുക്ക് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെക്ടർ ഫോമിലും ഒപ്പം കാർട്ടീഷ്യൻ ഫോമിലും കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്നത് പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറും ഒപ്പം പാരലൽ വെക്ടറും തന്നെയാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഈ ലൈൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വേറൊരു വെക്ടറാണ് എന്ന് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്ടറിനെ നമുക്ക് ഉറപ്പായിട്ടും ലൈനിൻ്റെ പാരലൽ വെക്ടറായിട്ട് എടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് വെക്ടർ ഫോമും ഒപ്പം കാർട്ടീഷ്യൻ ഫോമും എഴുതണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ വെക്ടർ ഫോം എഴുതുകയാണ്. വെക്ടർ ഫോം എഴുതുമ്പോൾ നമുക്കറിയാം അവിടെ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി എന്നാണ് നമ്മൾ വെക്ടർ ഫോം പഠിച്ചിരിക്കുക. അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, അത് ലൈനിലുള്ള പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറാണ്. ഇവിടെ അത് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട് അല്ലേ, എ വെക്ടർ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എന്താണത്, അതെന്ന് പറയുന്നത് 2i മൈനസ് ജെ പ്ലസ് 4k ആണ്. അവിടെ നമുക്ക് പാരലൽ വെക്ടർ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, അത് നമുക്ക് i പ്ലസ് 2j മൈനസ് കെ ആണ്. അപ്പോൾ ഈ രണ്ട് വെക്ടേഴ്സും ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വെക്ടർ ഫോം കിട്ടും എന്ന് പറഞ്ഞാൽ ആർ ഇസ് ഈക്വൽ ടു 2i മൈനസ് ജെ പ്ലസ് 4k പ്ലസ് ലാംഡ ഓഫ് i പ്ലസ് 2j മൈനസ് കെ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വെക്ടർ ഫോമായിട്ട് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് കാർട്ടീഷ്യൻ ഫോം എഴുതാം. കാർട്ടീഷ്യൻ ഫോം എഴുതുമ്പോൾ കാർട്ടീഷ്യൻ ഫോം എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് എക്സ് മൈനസ് x1 ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു z മൈനസ് z1 ബൈ സി എന്നുള്ളതാണ്. ഇവിടെ നോക്കാം, നമുക്ക് x1 y1 z1 ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പക്ഷെ നമുക്ക് അവിടെ എന്താ അറിയാം, ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ അറിയാം. അപ്പോൾ അവിടെയും നമ്മൾ x1 y1 z1 എഴുതുമ്പോൾ നമുക്ക് അവിടുത്തെ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറിൽ വെറുതെ ഐജേക്ക് മാറ്റിയിട്ട് നമ്മൾ അവിടെ ആ കമ്പോണൻസ് കോമിറ്റ് എഴുതി കഴിഞ്ഞാൽ അതായിരിക്കും ആ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക 2 -1 then 4 എന്നുള്ളതാണ് ആ പോയിന്റ്. അപ്പോൾ നോക്കുക, നമ്മൾ അവിടുത്തെ ഐജേക്ക് മാറ്റി വെറുതെ കമ്പോണൻസ് കോമിറ്റ് എഴുതി, അതാണ് അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ്. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, അത് 1 then 2 then -1 എന്നുള്ളതാണ്. അപ്പോൾ ആ വാല്യൂസ് കൊണ്ടുവന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാർട്ടീഷ്യൻ ഫോമായി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു y മൈനസ് ഓഫ് -1 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു z മൈനസ് 4 ഡിവൈഡ് ബൈ -1 എന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് അവിടെ മൈനസ് ഓഫ് മൈനസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒന്നോടെ എടുത്ത് അതിന് പ്ലസ് എന്ന് എഴുതാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് മൈനസ് 2 ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു y പ്ലസ് 1 by 2 that is equal to z minus 4 divided by -1 എന്നാണ് നമുക്ക് അവിടെ കാർട്ടീഷ്യൻ ഫോം കിട്ടുന്നത്. അപ്പോൾ നമ്മളോട് വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമുമാണ് എഴുതാൻ പറഞ്ഞത്, നമ്മൾ രണ്ട് ഫോമും കൂടെ എഴുതി. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്കൊരു ലൈനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷനാണ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുക. അതിന് വേണ്ടിയിട്ട് ആ ലൈനിലുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, ഒപ്പം തന്നിരിക്കുന്നത് ആ ലൈനോട് പാരലായിട്ടുള്ള വേറൊരു ലൈനാണ് തന്നിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി പാരലൽ വെക്ടർ അല്ല തന്നിരിക്കുന്നത്, കണ്ടുപിടിക്കേണ്ട ലൈനിനോട് പാരലായിട്ടുള്ള വേറെ ലൈനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ട ലൈൻ എന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കുക, നമുക്ക് വേറൊരു ലൈൻ തന്നിട്ടുണ്ട്, അവർ തമ്മിൽ പാരലാണ് എന്നാണ് പറഞ്ഞിരിക്കുക. അവിടെ നമുക്ക് ഈ 3, 5, 6 എന്ന് പറയുന്നത് ആ തന്നിരിക്കുന്ന ലൈനിൻ്റെ പാരലൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ് എന്ന് പറയാം. അപ്പം ഞാൻ ആ പാരലൽ വെക്ടർ ഇവിടെ എങ്ങനെയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, തന്നിരിക്കുന്ന ലൈനിൻ്റെ പാരലൽ വെക്ടറാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിരിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെ നോക്കിയപ്പോൾ ആ പാരലൽ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിനോടും പാരലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3, 5, 6 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലൈനിൻ്റെ പാരലൽ വെക്ടറിൻ്റെ അവിടുത്തെ കമ്പോണൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി. വേറൊന്നും കൊണ്ടല്ല, അവിടെ കണ്ടുപിടിക്കേണ്ട ലൈനും തന്നിരിക്കുന്ന ലൈനും പാരലാണ്. അപ്പോൾ തന്നിരിക്കുന്ന ലൈനിൻ്റെ പാരലൽ വെക്ടർ ഉറപ്പായിട്ടും
കണ്ടുപിടിക്കേണ്ട ലൈനോട് പാരലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ടുപിടിക്കേണ്ട ലൈനിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് അത് തന്നിരിക്കുന്നത് -2 4 -5 എന്നാണ്. അവിടുത്തെ പാരലൽ വെക്ടറിൻ്റെ കമ്പോണൻസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതെന്താണ്, അത് 3 5 6 എന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കേണ്ട ലൈനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എഴുതാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞ എന്താണ്, അത് x - x1 by a that is equal to y - y1 by b that is equal to z - z1 by c എന്നാണ് ഇക്വേഷൻ പറയുക. അത് എഴുതുമ്പോൾ നമുക്ക് അവിടെ x -2 by 3 that is equal to y - 4 divided by 5 that is equal to z -5 divided by 6 എന്ന് പറഞ്ഞു. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ x +2 divided by 3 that is equal to y - 4 by 5 that is equal to z +5 by 6 എന്നാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നോക്കുക, നമുക്ക് എപ്പോഴും ഇക്വേഷൻ ഓഫ് ലൈൻ ഉണ്ടാക്കാനായിട്ട് അവിടുത്തെ ലൈനിലുള്ളൊരു പോയിന്റും ഒപ്പം ആ ലൈനോട് പാരലായിട്ടുള്ള വെക്ടറും കിട്ടിയാൽ മതി. അത് ഡയറക്റ്റ്ലി തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും മെത്തേഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നിട്ടുണ്ടായിരിക്കും. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് ഒരു ലൈനിൻ്റെ കാർട്ടീഷ്യൻ ഫോം ഓഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിന് നമുക്ക് വെക്ടർ ഫോമിൽ എഴുതണം എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ നോക്കുക, അവിടെ തന്നിരിക്കുന്നത് x - x1 by a that is equal to y - y1 by b that is equal to z - z1 by c എന്ന ഫോമിലാണ്. അതിനെയാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ആ ലൈനിലുള്ള പോയിന്റ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നോക്കുക, x1 y1 z1 ആണ് നമ്മൾ എഴുതുക. അങ്ങനെ നോക്കിയപ്പോൾ അത് 5 then -4 then 6 എന്നാണ്. എന്തുകൊണ്ടാണ് നോക്കുക, ഇത് x - x1 y - y1 ഫോമിൽ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ y + 4 നമുക്ക് y -4 എന്ന് എഴുതാനായിട്ട് പറ്റും. അങ്ങനെയാണ് y1 എന്ന് പറയുന്നത് -4 ആയത്, z1 എന്ന് പറഞ്ഞത് 6 ആയത്. ഇനി അവിടെ പാരലൽ വെക്ടറിൻ്റെ കമ്പോണൻസ് എഴുതുമ്പോൾ നമുക്ക് അവിടെ ABC എന്ന് പറയുന്നത് അതെന്താണ്, അത് 3 7 2 എന്നാണ് തന്നിരിക്കുക. അപ്പോൾ നമ്മളവിടെ പോയിന്റ് എഴുതി, ഒപ്പം അവിടെയുള്ള പാരലൽ വെക്ടറിലെ കമ്പോണൻസും എഴുതി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് എഴുതാനായിട്ട് പറ്റൂല്ലേ. അപ്പോൾ നോക്കുക, ഈ പോയിന്റിന് നമ്മൾ IJ ഒക്കെ ഇട്ട് കൊടുത്ത് സം ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മളവിടെ എ വെക്ടർ അഥവാ പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ 5i + -4j എന്ന് പറയുമ്പോൾ നമുക്ക് -4j then +6k എന്ന് എഴുതാനായിട്ട് പറ്റി. ഇനി നോക്കുക, പാരലൽ വെക്ടറിൻ്റെ കമ്പോണൻസ് അവിടെയുണ്ട്. അതുകൊണ്ട് പാരലൽ വെക്ടർ എഴുതുമ്പോൾ നമുക്ക് 3i + 7j + 2k എന്നും എഴുതാനായിട്ട് പറ്റി. അപ്പോൾ നമുക്ക് അവിടെ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറും ഒപ്പം പാരലൽ വെക്ടറും കിട്ടിക്കഴിഞ്ഞാൽ വെക്ടർ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് r is equal to a + λb എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. സോ വെക്ടർ ഫോം അല്ലേ, വെക്ടർ ഫോം എന്ന് പറയുന്നത് അത് r is equal to a + λb എന്നാണ്. സോ r is equal to a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 5i - 4j + 6k എന്നാണ് നമുക്ക് കിട്ടിയത്, പ്ലസ് λ ഓഫ് 3i + 7j + 2k എന്നാണ്. അപ്പോൾ ഇതാണ് ഇവിടെ 7ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഇക്വേഷൻ ഓഫ് ലൈനിൻ്റെ വെക്ടർ ഫോം എന്ന് പറയുന്നത്. നോക്കുക, ഈ വീഡിയോയിൽ നമ്മൾ 1 മുതൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. താങ്ക് യു.